ജൂലൈ 2024 ആരാണ് മാർക്ക് കാർണി എന്ന് പറഞ്ഞ് കാനഡയിലൊരു സർവേ നടത്തിയത്. അതിൽ 94% ആൾക്കാർക്കും മാർക്ക് കാർണി ആരാണെന്ന് അറിയില്ല. പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വിശകലനം ചെയ്താൽ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് നമുക്ക് ട്രംപിനെ മാറ്റാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ കാനഡയിലെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാം. പുതിയ സാമ്പത്തിക നയങ്ങളും പുതിയ മാറ്റങ്ങളും കൊണ്ടുവരുന്നതോടുകൂടി കാനഡയിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതോടുകൂടി നമുക്ക് ഒരു പരിധിവരെ ഈ ട്രേഡ് വാറിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ തടഞ്ഞു നിർത്താം എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു വിശ്വാസം. പക്ഷെ അദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ വളരെ സൗമ്യനായിട്ട് പറഞ്ഞു അദ്ദേഹം ഇനി കാർബൺ ടാക്സോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ എന്ന് പറയുന്നൊരു നയം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത്. അതിലെ നമ്മുടെ കാനഡയിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ സമയത്ത്. ഇപ്പോൾ പുതിയൊരു പ്രധാനമന്ത്രി വരുന്നു, മാർക്ക് കാർണി. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെ ഉള്ളൊരു സമൂഹം വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് കാനഡയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ. അപ്പോൾ രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഏറ്റവും വലുതാണ് ഇപ്പോൾ ഈ ആഴ്ച നടന്നത്, ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മാർക്ക് കാർണി വരുന്നത്. മാർക്ക് കാർണി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ അത്രയും ഫെമിലിയർ അല്ല നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ. ഇന്ത്യ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അത്രയും ഫേമസ് ആവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു മാർക്ക് കാർണി എന്ന് പറയുന്നത് ആരാണ്, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വാട്ട് ഇസ് ഹിസ് ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എങ്ങനെ എത്തിച്ചേർന്നു, ഒന്ന് പറയാമോ, എന്താണ് പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്? മാർക്ക് കാർണി ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം ലോകത്തെ 2 വലിയ ശക്തികളുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ബാങ്ക് ഓഫ് കാനഡയുടെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഗവർണറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് ലോകം കടന്നുപോയിട്ടുള്ള വലിയ പ്രതിസന്ധി കാലഘട്ടത്തിലാണെന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അദ്ദേഹം 2008 ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആവുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം വലിയൊരു റിസഷനിലൂടെ കടന്നു പോകുന്നത്. വേൾഡ് റിസഷൻ പീരീഡ് ആയിരുന്നു 2008. അതെ. അപ്പം അന്ന് അദ്ദേഹം കാനഡയെ സംബന്ധിച്ചിടത്തോളം പല വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു പലിശ നിരക്ക് ഈ ഒരു റിസഷൻ്റെ സമയത്ത് കുറയ്ക്കുക എന്നുള്ളത്. അപ്പം ലോകത്തെ പല വമ്പൻ ശക്തികളും പലിശ നിരക്ക് കൂട്ടുന്നൊരു സാഹചര്യമായിരുന്നു അന്നത്തെ ഒരു റിസഷൻ സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. തന്നെയല്ല US-ഉം കാനഡയും പോലെയുള്ള എക്കോണമി പലിശ നിരക്ക് കുറയ്ക്കുന്നത് കണ്ട സാഹചര്യത്തിൽ ഒത്തിരി വിമർശനങ്ങൾ ഇവിടുത്തെ സെൻട്രൽ ബാങ്ക്സ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അതുകൊണ്ട് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. തന്നെയല്ല ആ ഒരു സ്ട്രാറ്റജി കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് പൈസ എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായി. കാരണം റിസഷൻ വന്ന സമയത്ത് ഒത്തിരി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടായിരുന്നു, ഒരുപാട് ബിസിനസ്സുകൾ പൂട്ടിയായിരുന്നു. പക്ഷെ അദ്ദേഹം ആ ശൈലി തന്നെ മാറ്റി. കാരണം അതുവരെ നമ്മൾ കണ്ട് ശീലിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവർണർ വരുന്നു, പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നു, പോകുന്നു. പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലിശ നിരക്ക് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം സമ്പദ്ഘടനയ്ക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളൊരു മാർഗനിർദ്ദേശം കൂടെ നൽകി. അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തേജനം നൽകുന്നൊരു കാര്യമായിരുന്നു. അത് വിജയം കൊണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിവാർഡായിട്ട് അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിട്ട് ബ്രിട്ടനിൽ നിന്ന് ക്ഷണം വരികയും അവിടെ അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ബ്രിട്ടൻ്റെ 300 വർഷത്തെ ചരിത്രത്തിൽ ഒരു ബ്രിട്ടീഷ് പൗരനല്ലാത്തൊരു വ്യക്തി അവിടുത്തെ
സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണറായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കാർണിയിലൂടെയാണ്. അതെനിക്ക് തോന്നുന്നത് അതൊരു വലിയൊരു സംഭവമാണ്. പുള്ളി ഏകദേശം ഒരു 8 വർഷ കാലഘട്ടത്തോളം അതിൻ്റെ ഒരു സ്ഥാനത്തിരുന്നു അല്ലേ? പുള്ളി ആ ഒരു ഗവർണർ സ്ഥാനത്തിരുന്നു. അതും എനിക്ക് തോന്നുന്നു ബ്രിട്ടനും അതുപോലെ തന്നെ വലിയൊരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് സംഭവിച്ചത് അല്ലേ? അതെന്തായിരുന്നു അത്? ബ്രെക്സിറ്റ് ആയിരുന്നു അത് അല്ലേ? അതെ, ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിനെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു ഇവൻ്റ് ആയിരുന്നു. ആ റഫറൻഡം നടക്കുകയും ആ റഫറൻഡത്തിൽ ബ്രിട്ടൻ ജനത യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നൊരു തീരുമാനം എടുക്കുകയും അതേ തുടർന്ന് ലോകത്തിലെ സമ്പദ്ഘടനകൾ മുഴുവൻ അതിൻ്റെ ഒരു ഒലച്ചിൽ നേരിടുകയും ചെയ്തു. പക്ഷേ അതിനെ പിടിച്ചു നിർത്തിയത് സത്യം പറഞ്ഞാൽ ഒരു പരിധിവരെ മാർക്ക് കാർണിയുടെ മോണിറ്ററി പോളിസീസ് ആയിരുന്നു ബ്രിട്ടനെ തന്നെ പിടിച്ചു നിർത്തിയത്. കാരണം പൗണ്ടാണ് ബ്രിട്ടൻ്റെ കറൻസി. അപ്പം അവർ തമ്മിൽ പല വ്യാപാര കരാറുകളുണ്ട്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനെ ആശ്രയിച്ചായിരുന്നു അന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു വലിയ പ്രതിസന്ധിയെ വളരെ വിദഗ്ധമായിട്ട് നാവിഗേറ്റ് ചെയ്ത് ബ്രിട്ടനെ പുറത്തു കൊണ്ടുവന്നത് മാർക്ക് കാർണിയുടെ തന്നെ ഒരു കഴിവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പോൾ മാർക്ക് കാർണി ഇപ്പോൾ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ കാനഡയിലും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു സൈഡിൽ നമ്മുടെ പലിശ നിരക്ക് നമ്മൾ കുറയ്ക്കുന്നു, മാർക്കറ്റ് ഏകദേശം ഒരു നല്ല രീതിയിലെത്തുന്നു. ആ സമയത്താണ് താരിഫിൻ്റെ ഒരു ഭീഷണി വരുന്നത്. അപ്പോൾ ഈ താരിഫിൻ്റെ ഭീഷണി എങ്ങനെയായിരിക്കും മാർക്ക് കാർണിയുടെ ഒരു ഇതിലോട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരിക്കും? ഈ പറയുന്ന പുള്ളി എന്താണ് അതിനെക്കുറിച്ച്, ഈ താരിഫിനെ കുറിച്ച് പുള്ളിക്ക് പറയാനുള്ളത്? അതിനു മുമ്പ് എനിക്കൊരു സർവേയെ കുറിച്ച് പറയാനുണ്ട്. അതായത് ജൂലൈ 2024 ആരാണ് മാർക്ക് കാർണി എന്ന് പറഞ്ഞ് കാനഡയിലൊരു സർവേ നടത്തിയായിരുന്നു. അതിൽ 94% ആൾക്കാർക്കും മാർക്ക് കാർണി ആരാണെന്ന് അറിയില്ല. 2008 അദ്ദേഹം ഗവർണറായിരുന്നെങ്കിലും കാനഡയുടെ ഡെമോഗ്രഫി മൊത്തത്തിൽ മാറിയൊരു സാഹചര്യമാണ്. അതായത് ഒത്തിരി ഇമിഗ്രൻസ് വരികയും അതുകൂടാതെ തന്നെ ഒരുപാട് ചെറുപ്പക്കാർ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നൊരു സാഹചര്യവും ഒക്കെ വന്നൊരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് 94% ആൾക്കാർക്ക് മാർക്ക് കാർണി ആരാണെന്ന് അറിയില്ല. അപ്പോഴാണ് ജനുവരി 20 നമ്മുടെ US ഒരു വലിയ മാറ്റം വന്നത്. അതായത് ട്രംപിൻ്റെ അധികാരം ഏറ്റെടുക്കൽ. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ മാർക്ക് കാർണി ലിബറൽ നേതൃത്വത്തിലോട്ട് വരുന്നു. അതായത് തൻ്റെ പഴയ റെസ്യൂമേലെ ആ ബാങ്ക് ഓഫ് കാനഡ ഗവർണർ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ എന്നുള്ള ആ ഒരു റെസ്യൂമേൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ടാരിഫിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ടാരിഫ് അദ്ദേഹം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ 2-3 തവണ ശ്രമിച്ചു. അപ്പം ഇത് കനേഡിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ലിബറൽ പാർട്ടി അവർക്കൊരു പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നതും. ആ നേതാവ് സ്വാഭാവികമായിട്ടും ലിബറൽ പാർട്ടിയാണ് കാനഡ ഇന്ന് ഭരിക്കുന്നത്. ആ നേതാവ് തന്നെയായിരിക്കും അടുത്ത പ്രധാനമന്ത്രി. അപ്പോൾ ആര് പ്രധാനമന്ത്രി ആവണം എന്നുള്ള ലിബറൽ പാർട്ടിയുടെ ഒരു ചോദ്യം. നമുക്കറിയാം ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യമാണ് ഉള്ളത്. നമ്മുടെ നാടിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുപ്പിലൂടെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഇക്കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആ തെരഞ്ഞെടുപ്പിൽ 86% ലിബറൽ പാർട്ടി വർക്കേഴ്സ് വോട്ട് ചെയ്തിരിക്കുന്നത് മാർക്ക് കാർണിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിബറൽ പാർട്ടി അംഗങ്ങൾ വിചാരിക്കുന്നത് ഒരു ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള കാർണിയാണ് ട്രംപ് ഉയർത്തുന്ന വെല്ലുവിളിക്കുള്ള ഉത്തരം എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ലിബറൽ പാർട്ടിയുടെ നേതാവായതും ഇനി കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയാകാൻ പോകുന്നത്. അതെ. ഇപ്പോൾ ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇപ്പം ലിബറൽ പാർട്ടിയുടെ ഒരു ഇതിൽ പറയുന്ന പോലെ ഇതെല്ലാം ഒരു താരിഫിനെ ചൊല്ലിയിട്ടുള്ള ടോക്സാണ് കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ളൊരു പ്രസൻറ്റ് സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്
ഈ ടാക്സിനെ കുറിച്ചാണ് അല്ലേ. ഇപ്പം കൺസർവേറ്റീവ് പാർട്ടിയും ഉയർത്തി കാണിക്കുന്നത് അവർ ആക്സ് ദ ടാക്സ് എന്നുള്ളതാണ് അവരുടെയും ഒരു സ്ലോഗൻ. അപ്പം അത് ഇപ്പം കാർബൺ ടാക്സ് ഉണ്ട് അല്ലേ, അങ്ങനെ ഇപ്പം അല്ലാതെയുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടാക്സസ്, ഒരുപാട് ടാക്സുകൾ നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതിലൊക്കെ ഈ കാർണി എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കും? അതായത് കാർണി സ്വയം വിശേഷിക്കുന്നത് ഐ ആം ആൻ ഔട്ട്സൈഡർ, അതായത് അദ്ദേഹം ഒരു സീസൺ പൊളിറ്റീഷ്യൻ അല്ല എന്നുള്ളത് ഇവിടുത്തെ പല പത്രമാധ്യമങ്ങളും പറയാറുണ്ട്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസംഗത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായി. അതായത് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വേദിയിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു നയമാണ് ഈ കാർബൺ ടാക്സും ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഒക്കെ. അപ്പം ഇത് ലിബറൽ പാർട്ടിക്ക് ഒരുപാട് അപ്രീതി വാങ്ങിച്ചു കൊടുത്ത നയങ്ങളായിരുന്നു. പക്ഷെ അദ്ദേഹം ജസ്റ്റിൻ ട്രൂഡോയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ വളരെ സൗമ്യനായിട്ട് പറഞ്ഞു അദ്ദേഹം ഇനി കാർബൺ ടാക്സോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സോ എന്ന് പറയുന്നൊരു നയം മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത്. അപ്പം എത്രത്തോളം കാർബൺ ടാക്സ് ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തെ കുറച്ച് ദുസ്സഹമാക്കി എന്നുള്ളൊരു അവബോധം തീർച്ചയായിട്ടും മാർക്ക് കാർണി എന്ന് പറയുന്നൊരു വ്യക്തിക്കുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതെന്ന് പറയുന്നത് അദ്ദേഹം ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് മാർക്ക് കാർണി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സിന് പകരം ജനങ്ങൾക്ക് ഗ്രീനറായിട്ടുള്ള ഓപ്ഷൻസ് ഉപയോഗിക്കുന്നതിന് കൂടുതൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഇൻസെൻറ്റീവ്സ് കൊടുക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു ചോയ്സും ഒരുപാട് ഗ്രീനർ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ കയ്യിലേക്ക് അത് പ്രോത്സാഹിപ്പിക്കുന്നൊരു സാഹചര്യത്തിൽ പൈസ എത്തുകയും ചെയ്യും. അത് ശരിയായിട്ടുള്ളൊരു നിലപാട് തന്നെയാണെന്നാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു കൺസെൻസസ്. എല്ലാവരും ഒത്തുകൂടി ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നികുതിയുടെ ഒരു നിലപാട് കാർണിയും ലിബറൽ പാർട്ടിയും ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതൊരു ഇലക്ഷൻ അജണ്ടകളാണല്ലോ. ഇലക്ഷൻ ഏറ്റവും വലിയ സംസാര വിഷയമാകാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം കൺസർവേറ്റീവ് പറയുന്നത് പോലെ ആക്സ് ടാക്സ് ഇതൊരു വലിയൊരു സംഭവമാണ്. ഇത് നടന്നു കഴിഞ്ഞാൽ വളരെയധികം ഒരു ആശ്വാസമാവും ജനതയ്ക്ക്. ഇപ്പോൾ എല്ലാവരും വളരെയധികം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനങ്ങളിലൊന്നായിരിക്കും അത്. ഇപ്പോൾ ഇതിലുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഇന്ത്യൻ മലയാളി സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു മോശപ്പെട്ടൊരവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ കാനഡ റിലേഷൻ. ഈ ഒരു 2 വർഷത്തിനുള്ളിൽ വളരെയധികം ഒരു നല്ലൊരു രീതിയിലല്ല അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാർണി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി G7 രാജ്യങ്ങളിലെ ഉള്ള ഒരു രാജ്യം പോലെ തന്നെ ഇന്ത്യയുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങൾ എന്തായിരിക്കും പുള്ളിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാമോ? അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു വലിയൊരു മാർക്കറ്റാണ്. പ്രത്യേകിച്ച് ഈ ഒരു ട്രേഡ് വാറൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ അവഗണിച്ച് ഒരിക്കലും കാനഡയ്ക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. പിന്നെ എന്തൊക്കെയോ ചില സാഹചര്യങ്ങളും കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടാവുകയും നയതന്ത്രപരമായിട്ടുള്ളൊരു ബന്ധം മോശമാവുകയും ചെയ്തു. അത് തികച്ചും നിരാശ ഉളവാക്കുന്നൊരു കാര്യമായിപ്പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം കാർണി തന്നെ പറയുകയുണ്ടായി അദ്ദേഹം ആ നിലപാട് തിരുത്തും. അതായത് നമുക്ക് കൂടുതൽ ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെ കാനഡയ്ക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് ഇന്ത്യ പോലെയുള്ളൊരു രാജ്യമായിട്ട് കൂടുതൽ സൗഹൃദത്തിലേക്ക് കടക്കും എന്നുള്ളൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ബിക്കോസ് ഇപ്പോഴത്തെ ഈ ഒരു ട്രേഡ് വാറിന്റെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ, ചൈന, സൗദി പോലെയുള്ള രാജ്യങ്ങളുടെ ഒരു പിന്തുണ ട്രേഡിന്റെ കാര്യത്തിൽ വേണ്ടുന്നത് തന്നെയാണ്. അതൊക്കെ ആയിരിക്കാം ഈ ഒരു ട്രേഡ് വാറിനെ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യുന്ന പല ഘടകങ്ങൾ. അതായത് ഇപ്പൊ അമേരിക്ക ആയിട്ട് ഒരു വഷളായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു സാഹചര്യത്തിൽ ഈ മറ്റു രാജ്യങ്ങളുമായിട്ട് തീർച്ചയായിട്ടും കാർണി അല്ലെങ്കിൽ കാനഡയ്ക്ക് ഒരു നല്ല ബന്ധം ഉണ്ടാക്കേണ്ടി വരും.
ഇപ്പൊ ഈ ഇത് പറഞ്ഞു വരുമ്പോ ഇപ്പൊ ഈ ട്രംപിന്റെ ട്രേഡ് വാറും ഈ താരിഫ് വാറും പുള്ളിയുടെ ഒരു അതിനോടുള്ള ഒരു സമീപനം എങ്ങനെയായിരിക്കും, കൂടുതലും ഇതായിട്ടുള്ള സമീപനം എങ്ങനെയായിരിക്കും എന്നാ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ കാർണിക്കത് പോരാടേണ്ടി വരും. കാർണിയുടെ ഒരു ജനസമ്മതിയുടെ പ്രധാന കാരണം തന്നെ അദ്ദേഹം ഒരു ഇക്കണോമിസ്റ്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം ബിരുദം നേടിയിരിക്കുന്നത് ഹാർവാർഡ് സർവകലാശാലയിൽ നിന്നാണ്. ബിരുദാനന്തര ബിരുദം നേടിയിരിക്കുന്നതും ഡോക്ടറേറ്റും നേടിയിരിക്കുന്നതും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നുമാണ്. അപ്പൊ അതുകൊണ്ട് ലിബറൽ പാർട്ടി അംഗങ്ങൾ വിശ്വസിക്കുന്നത് ട്രംപ് ഉയർത്തുന്ന ഈ ഒരു വെല്ലുവിളിയെ വിദഗ്ധമായിട്ട് പ്രതിരോധിക്കാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള കാർണി തന്നെ ആയിരിക്കും എന്നാണ്. പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വിശകലനം ചെയ്താൽ നമുക്കറിയാം അദ്ദേഹം പറഞ്ഞത് നമുക്ക് ട്രംപിനെ മാറ്റാൻ കഴിയില്ല, പക്ഷേ നമ്മുടെ കാനഡയിലെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മാറ്റാം. പുതിയ സാമ്പത്തിക നയങ്ങളും പുതിയ മാറ്റങ്ങളും കൊണ്ടുവരുന്നതോടുകൂടി കാനഡയിലെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതോടുകൂടി നമുക്ക് ഒരു പരിധിവരെ ഈ ട്രേഡ് വാറിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ തടഞ്ഞു നിർത്താം എന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു വിശ്വാസം. ഓക്കെ, ഇതിപ്പോൾ ഏറ്റവും ഇപ്പം വളരെയധികം നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ഷനാണ് അല്ലേ? നമ്മുടെ ഫെഡറൽ ഇലക്ഷൻ വളരെയധികം അടുത്ത് കാണുന്നു. എന്തായിരിക്കും ഈ ഫെഡറൽ ഇലക്ഷന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? എന്തായിരിക്കും ഒരു അഖിലിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താ തോന്നുന്നത്? ഈ നമ്മുടെ ഇലക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നവരെ ഏതാണ്ട് എതിർ പാർട്ടികൾക്ക് വളരെ എളുപ്പമുള്ളൊരു സാഹചര്യമായിരുന്നു. എതിർ പാർട്ടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. അതിനെ നയിക്കുന്നത് പിയർ പൊളിവേ ആയിരുന്നു. പക്ഷേ ഈ ട്രംപ് അധികാരമേറ്റതോടുകൂടി കാനഡയിലെ സാഹചര്യങ്ങൾ ഒത്തിരി മാറി. കാരണം ഇന്ന് കാനഡ ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കുന്നത് ട്രംപിനെയാണ്. അതുകൊണ്ട് തന്നെ പല സർവേകളും നമുക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു റിസൾട്ടാണ് നൽകുന്നത്. അതായത് വളരെ പിന്നിലായിരുന്ന ലിബറൽ പാർട്ടി ഇപ്പോൾ വളരെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ മുന്നിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പഴയ ശതമാനം ഉറ്റുനോക്കുമ്പോഴത്തേക്കും ഒരു 40-43% വരെ അവർ മുന്നിലേക്ക് ചില സർവേകൾ പ്രകാരം എത്തി. ഇത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും നെക്ക് ടു നെക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഫിനിഷ് നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് തീരുമാനം എടുക്കാനുള്ളത് ജനങ്ങളാണ്. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു ചായവുമില്ല. അപ്പം ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ വർക്കൗട്ട് ആവും. അതിൽ ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും മുൻപന്തിയിൽ നിൽക്കാൻ പോകുന്നത് ട്രംപും അദ്ദേഹത്തിൻ്റെ ടാരിഫും ആയിരിക്കും. ഇതിൽ ഏത് നേതാവാണ് ഇപ്പോൾ അത് നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നയിക്കുന്ന പിയർ പൊളിവേ ആണെങ്കിലും ഇപ്പോൾ ലിബറൽ പാർട്ടിയുടെ മാർക്ക് കാർണി ആണെങ്കിലും അല്ലെങ്കിൽ ജഗ്മീത് സിംഗ് നയിക്കുന്ന NDP ആണെങ്കിലും അവരെല്ലാവരും പറയാനുള്ളത് ട്രംപിനെയും അല്ലെങ്കിൽ ഈ ടാരിഫിനെയും എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മളാരും അമേരിക്കയെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. നമ്മൾ തള്ളിപ്പറയുന്നത് ചില നയങ്ങളെയാണ്. അതാണ് ഒരു കാനഡയിൽ നമുക്കൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ് എപ്പോഴും കാണാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള നയങ്ങളുടെ കാര്യത്തിലാണ് പല രാഷ്ട്രീയ തീരുമാനങ്ങളും ഉണ്ടാവുന്നത്. അത് കാനഡയുടെ തന്നെ ഒരു പ്രത്യേക ഗുണമാണെന്ന് നമുക്ക് പറയാം. എല്ലാത്തിനെയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അത് കാനഡയുടെ നമ്മുടെ ഒരു മൊത്തമായിട്ടുള്ള സമൂഹം അങ്ങനെയാണല്ലോ, ഒരു ഇമിഗ്രൻ്റ് സമൂഹമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇത്രയും വലിയൊരു സമൂഹത്തിനിടയിലും നമ്മളെല്ലാവരും വളരെയധികം ഒരു യൂണിറ്റിയോടുകൂടി വന്നത് ഈ ഒരു 51st സ്റ്റേറ്റ് എന്നുള്ള ആ ഒരു അഭിസംബോധന ചെയ്തതിനെ തുടർന്നുണ്ടായതാണ്. അപ്പം ഇന്ന് ഈ പറഞ്ഞ പോലെ അഖിൽ പറഞ്ഞതുപോലെ ഈ താരിഫിനെ എങ്ങനെ അതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതും അത് കൂടാണ്ട് 51st സ്റ്റേറ്റ് എന്നുള്ളത് എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതിൻ്റെയും അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കും ഈ ഇലക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, ഈ ഒരു 3 പ്രമുഖ പാർട്ടികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും
ഈ വർഷത്തെ ഒരു ഇലക്ഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ. എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണം എനിക്ക് മനസ്സിലാകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, അതായത് ഇപ്പം കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഒരു പോപ്പുലാരിറ്റി വളരെയധികം താഴെ വരുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ ട്രംപ് അദ്ദേഹത്തെ 51st സ്റ്റേറ്റിൻ്റെ ഗവർണർ എന്ന് അഭിസംബോധന ചെയ്തത്. അപ്പം ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അവിടെ ഒരു പോപ്പുലാരിറ്റി ഇല്ലായ്മയുടെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും കനേഡിയൻ ജനത അതിനെ കണ്ടത്, ഞങ്ങൾ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ എങ്ങനെ 51st ഗവർണറായിട്ട് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഈ നരേറ്റീവ് മൊത്തം ഇവിടെ മാറ്റിയത്. ഈ ഒരു 51st സ്റ്റേറ്റിൻ്റെ ഗവർണർ എന്നുള്ളത് എത്ര ആയിക്കഴിഞ്ഞാലും, ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അതൊരു ജനതയുടെ തീരുമാനമാണ്. ആര് അവരെ ഭരിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐക്കണാണ് നമ്മുടെ പ്രധാനമന്ത്രി. അത് ഏത് പാർട്ടിയോ ആയിക്കൊള്ളട്ടെ, അതിപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ആയിക്കൊള്ളട്ടെ, നാളെ പിയർ പൊളിവർ ആയിക്കൊള്ളട്ടെ, മാർക്ക് കാർണി ആവട്ടെ, നമുക്ക് അറിയത്തില്ല. ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ജനങ്ങളുടെ ചോയ്സിനെ കൊഞ്ഞണം കുത്തുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയായിപ്പോയി ട്രംപിന്റെ ഭാഗത്തുനിന്ന്. അത് കനേഡിയൻ പൊളിറ്റിക്സിനെ തന്നെ മാറ്റി. സോ ഇറ്റ് ഈസ് നൗ കാനഡ വേഴ്സസ് ട്രംപ് എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. അതെ, അത് ആ യൂണിറ്റി വളരെയധികം ശക്തിപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു മാസങ്ങളിലുണ്ടായ ചേഞ്ചസ് വളരെയധികമാണ്. ആൾക്കാരുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ടായി. കാനഡ എന്ന് പറയുന്ന ഒരു വികാരം, രാജ്യമെന്നുള്ളൊരു വികാരം, അതിനെ ചോദ്യം ചെയ്തതിന് എഗെയിൻസ്റ്റുള്ളൊരു വികാരം, അതൊക്കെ വളരെയധികം നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെയുള്ള പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഈ വരും ദിവസങ്ങളിൽ കാനഡ കാണാൻ പോകുന്നത്. മാർക്ക് കാർണി എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക്, ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് കാനഡ എന്നുള്ളതാണ് നമ്മളിനി കാണേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു വലിയ നല്ല മാറ്റങ്ങളായിരിക്കാം. എല്ലാം നമ്മുടെ കാനഡിയൻ സമൂഹത്തിന് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ. നല്ല രീതിയിലുള്ളൊരു ഇലക്ഷൻ നടക്കട്ടെ, നല്ലൊരു രീതിയിലുള്ളൊരു വിധി വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അല്ലേ? അതെ, അതായത് ചൂടേറിയ ചർച്ചകളും രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് കാനഡയിൽ വരാൻ പോകുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഉറ്റുനോക്കാം, നമുക്ക് വിലയിരുത്തലുകൾ നടത്താം. അതെ, നമുക്ക് ഇതുപോലെയുള്ള വിലയിരുത്തലുകളും നമ്മുടെ സൈഡിൽ നിന്നുള്ള വിലയിരുത്തലുകളും ഒക്കെ നടത്താം. അപ്പം നല്ലൊരു നാളെയായിട്ട് നമുക്ക് ആശിക്കാം, അല്ലേ? അതെ, ഓക്കെ, താങ്ക് യു.